അപ്പോൾ നമ്മുടെ CRPCയുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തോളൂ. ഇനിയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. CRPC നിങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആ പറഞ്ഞിരിക്കുന്ന പോർഷൻസിൻ്റെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് പോർഷൻസായ സീഷറും സെക്യൂരിറ്റി പ്രൊസീഡിങ്സുമാണ്. സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അടുത്തൊരു വീഡിയോൻ്റെ കൂടെ ഇടാം. സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ സീഷറും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റും കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇടാം, അത്രയ്ക്കേ ഉള്ളൂ. അതിൽ വലുതായിട്ടൊന്നും നോക്കാനില്ല, ബട്ട് സ്റ്റിൽ അതിൽ പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഫാക്ട്സ് മാത്രമായിട്ടൊരു ക്ലാസ് ഞാൻ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീഷറും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്. അതിൽ 3 പോർഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടു നോൺ കോഗ്നിസിബിൾ കേസ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ കോഗ്നിസിബിൾ കേസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൊസീജിയർ, ഇത്രയും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി എടുക്കാനുള്ള ഈ 4 പോയിൻറ്റ്സും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്യാനായിട്ടുള്ള പോലീസിൻ്റെ പവർ. ഓക്കെ, ഒരു പോലീസിന് ഒരു പ്രോപ്പർട്ടി ഒരാൾ സ്റ്റോൾ ചെയ്തു, അല്ലെങ്കിൽ സസ്പീഷ്യൻ ഉള്ള സർക്കംസ്റ്റൻസിൽ നമുക്ക് ആ സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ പോലീസ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് സ്റ്റോളൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടി, അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ രീതിയിൽ അയാളെ സംശയത്തക്ക വിധം ഒരു സാധനം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സമയത്ത് സബോർഡിനേറ്റ് ആണ്, ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷനിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ സീഷർ റിപ്പോർട്ട് ഓഫീസറിന് കൊടുക്കണം. എന്നിട്ട് എല്ലാ പോലീസ് ഓഫീസറും ആ സീഷർ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്ന റിപ്പോർട്ട് നേരെ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം. എവിടെ? ഹാവിങ് ദ ജൂറിസ്ട്രിക്ഷൻ. അപ്പോൾ ജൂറിസ്ട്രിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റിലേക്ക് നമ്മൾ ഈ സീഷർ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. എന്നിട്ട് എവിടെ നിന്നാണ് ആ പ്രോപ്പർട്ടി കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പറയണം. എന്നിട്ട് ഈ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് നമുക്ക് കോടതിയിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഇൻവെൻട്രി തയ്യാറാക്കി അതിൻ്റെ കസ്റ്റഡി ആരുടെ കയ്യിലേക്കാണെന്നും കൂടി എഴുതി വേണം കൊടുക്കാൻ. വായിച്ചു നോക്കൂ. Where the property seized is such that it cannot be conveniently transported to court, or where there is difficulty in securing proper accommodation for the custody of such property, or where the continued retention of the property in police custody may not be considered necessary. 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ പ്രോപ്പർട്ടീനെ കറക്റ്റായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല, കസ്റ്റഡിയിൽ സ്ഥലമില്ല. അതുപോലെ തന്നെ പ്രോപ്പർട്ടീനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കണ്ടിന്യൂഡായിട്ട് റിട്ടൻഷൻ ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂഡ് റിട്ടൻഷൻ ഇൻ ദ സെൻസ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഈ 3 സാഹചര്യത്തിൽ അതിന് ഒരു പേഴ്സണ് ഒരു കസ്റ്റഡി എഴുതി കൊടുത്ത് ബോണ്ട് എഴുതി വാങ്ങും. അതായത് പറയുന്ന സമയത്ത് ഇത് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവരാം, അതുവരേക്കും നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നൊരു ബോണ്ട് എഴുതി വാങ്ങും. ഓക്കെ, എന്നിട്ട് ആ ബോണ്ടായിരിക്കും കോടതിയിലേക്ക് ഫർദർ ഓർഡേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് വെർ ദി പ്രോപ്പർട്ടി സീസ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഈസ് സബ്ജക്റ്റ് ടു സ്പീഡി ആൻഡ് നാച്ചുറൽ ഡീക്കേ. അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളാണ് നിങ്ങൾ സീസ് ചെയ്തത്. ഉദാഹരണത്തിന് കുറേ ആപ്പിള്, പച്ചമാങ്ങ, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 500 രൂപയിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ സെല്ല് ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് 500 രൂപയിൽ താഴെ വിലമതിപ്പുള്ള പെട്ടെന്ന് ഡീക്കേ ആയി പോകുന്ന സാധനങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ തന്നെ സെയിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SP-യുടെ ഓർഡർ അനുസരിച്ച്, അതുപോലെ CRPCയിലെ തന്നെ സെക്ഷൻ 457-ഉം 458-ഉം വെച്ചിട്ട് എന്ത് ചെയ്യും? സെയിൽ നടത്തും. ഓക്കെ, അത്രയാണ് 102. അപ്പോൾ സെക്ഷൻ 102-ലാണ് പോലീസ് ഓഫീസറിനെ ചില പ്രോപ്പർട്ടീസ് സീസർ എങ്ങനെ ചെയ്യാമെന്നും അത് ഏതൊക്കെ സാഹചര്യങ്ങൾ ചെയ്യണമെന്നും അത് ഏത് രീതിയിൽ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ഡീൽ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 102 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് പ്രൊക്ലമേഷൻ ഫോർ പേഴ്സൺ അബ്സ്കോണ്ടിങ്. ഇത് പ്രൊക്ലമേഷൻ പറയുന്നത് അറ്റാച്ച്മെൻറ്റും കൂടെ വരുന്നത് കൊണ്ടാണ്. അറ്റാച്ച്മെൻറ്റ് എന്നൊരു സംഭവം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആളിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമ്മൻസ് അയച്ചു വന്നില്ല, വാറണ്ട് അയച്ചു വന്നില്ല. പിന്നെ വാറണ്ട് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മനസ്സിലാവുന്നത് വാറണ്ട് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഒരു റിട്ടൺ പ്രൊക്ലമേഷൻ വയ്ക്കാം. എന്ത് പറയാം? നീ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരണം. പ്രൊക്ലമേഷൻ
പുറപ്പെടുവിച്ച് 30 ദിവസത്തിൽ കുറയാത്തൊരു സമയം അയാൾക്ക് കൊടുക്കണം വരാനായിട്ട്. അങ്ങനെ പ്രൊക്ലമേഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ പണ്ട് വിളംബരം പറയില്ലേ, അതുപോലെ പബ്ലിക്ലി റീഡ് ചെയ്യണം. ഒരു കൺസ്പീഷ്യസ് പ്ലേസ് ഓർ ടൗൺ അല്ലെങ്കിൽ വില്ലേജിൽ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പബ്ലിക്കലി വായിച്ച് കേൾപ്പിക്കണം. അതുപോലെ തന്നെ അയാളുടെ വീട്ടിലെ ഒരു മെയിൻ പാർട്ടിലേക്ക് ഇത് ഒട്ടിച്ച് വെക്കണം. അതുപോലെ തന്നെ അയാൾ താമസിക്കുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ച് വെക്കണം, അയാൾ കാണുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി കോടതിയിലും ഒട്ടിച്ച് വെക്കണം, കോർട്ട് ഹൗസിലും ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് കോടതിയിൽ പ്രൊക്ലമേഷൻ്റെ കൂടെ തന്നെ പറയാം, ഒരു ഡെയിലി ന്യൂസ് പേപ്പറിലും കൂടെ അയാൾക്ക് ഇതിനെപ്പറ്റി അറിയിക്കാം. ഇന്ന ആളിനെ പോലീസിന് ആവശ്യമാണ്, വരണം എന്ന് പറഞ്ഞ് ഈ പ്രൊക്ലമേഷൻ ന്യൂസ് പേപ്പറിലും കൊടുക്കാം. ഓക്കെ, പുള്ളി താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നത്, ഇപ്പോൾ പുള്ളി തിരുവനന്തപുരത്തായിരിക്കും താമസിക്കുന്നത്, നിങ്ങൾ മലയാള മനോരമ എറണാകുളം എഡിഷന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അയാൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഡെയിലി എഡിഷൻ ന്യൂസ് പേപ്പറിൽ വേണം കൊടുക്കാൻ. ഓക്കെ, അതേപോലെ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റൈറ്റിംഗ് ബൈ ദി കോർട്ട് വേണം. പ്രൊക്ലമേഷൻ കൊടുക്കുന്ന കോടതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കണം. പ്രൊക്ലമേഷൻ ഇന്ന സമയത്ത് ഇന്ന ഡ്യൂലി ആയിട്ട് പബ്ലിഷ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്രൊക്ലമേഷൻ കൊടുത്തു എന്നതിന് തെളിവാണ്. ഓക്കെ, ഇനി സെക്ഷൻ 82 ആണ് ഈ പ്രൊക്ലമേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊക്ലമേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 302 അപ്പോൾ അങ്ങനത്തെ വലിയ ഒഫൻസസ് ഒക്കെ ആണെങ്കിൽ ആ പേഴ്സൺ വന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഉടനെ അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആക്കി മാറ്റാം. അതായത് പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആക്കി മാറ്റുകയും അതിന് ഡിക്ലറേഷൻ എഴുതുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിക്കഴിഞ്ഞാലോ, നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെ എവിടെ ആര് കണ്ടാലും ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കാം. അതാണ് പ്രൊക്ലെയിംഡ് ഒഫൻഡറിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അടുത്തത്, അങ്ങനെ പ്രൊക്ലെയിം ചെയ്ത ആൾ അല്ലെങ്കിൽ അബ്സ്കോണ്ട് ചെയ്തിരുന്ന ആൾ പ്രൊക്ലെയിംഡ് പേഴ്സണെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ പ്രോപ്പർട്ടി കോടതി വഴി അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് 83, അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് പേഴ്സൺ അബ്സ്കോണ്ടിങ്. ഇപ്പോൾ കോർട്ട് ഒരു പ്രൊക്ലമേഷൻ 82 പ്രകാരം കൊടുത്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. മൂവബിളും ഇമ്മൂവബിളും പ്രോപ്പർട്ടി. ഓക്കെ, മൂവബിളും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി അഫിഡവിറ്റ് തന്നെ, അതായത് പ്രൊക്ലമേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് കോടതിക്ക് പറയാം, നിൻ്റെ ഇത്ര പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇത്ര പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. ആ ജൂറിസ്ഡിക്ഷണൽ അറ്റാച്ച്മെൻറ്റും കൂടെ പ്രൊക്ലമേഷൻ്റെ കൂടെ എഴുതാം. ഓക്കെ, അത് ആ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയും കൊടുക്കും. അങ്ങനെയുള്ളത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വഴിയായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അടുത്തത്, പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡെപ്റ്റ് ആണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഒന്നിൽ സീജർ ആയിരിക്കും, ഇല്ലെങ്കിൽ റിസീവറിനെ വയ്ക്കും. റിസീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ ഒരു ഏജൻറ്റ് പോലെയാണ്, പുള്ളിക്കാരൻ ഇതൊക്കെ നോക്കി നടത്തും. പിന്നെ അല്ലെങ്കിൽ ഈ മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഡെപ്റ്റ് വേറൊരാൾക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് പേഴ്സണ് കൊടുക്കാതിരിക്കാനായിട്ട് ഒരു ഓർഡർ പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും 1-2 മിക്സ് ചെയ്ത് മെത്തേഡ് കോടതിക്ക് കൊടുക്കാം. അങ്ങനെ പ്രോപ്പർട്ടി ഇപ്പോൾ അതാണ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെപ്റ്റ് ആണെങ്കിൽ സീഷർ, അപ്പോയിൻമെൻറ്റ് ഓഫ് റിസീവർ, അല്ലെങ്കിൽ പ്രൊഹിബിറ്റിംഗ് ഡെലിവറി ഓഫ് സച്ച് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എനി ഓഫ് ദ 2 മെത്തേഡ്സ്. അപ്പോൾ സെക്ഷൻ നമ്മുടെ 83 ക്ലോസ് 4 പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ അറ്റാച്ച് ചെയ്യും? ഒന്ന്, പൊസഷൻ എടുക്കും, കോടതി തന്നെ അതിൻ്റെ പൊസഷൻ എടുക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റിസീവർ വെക്കും. ഇല്ലെങ്കിലോ ഓർഡർ ഇൻ റൈറ്റിംഗ് പ്രൊഹിബിറ്റിംഗ് ദ പേഴ്സൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, അതായത് റെൻറ്റ് വാടക അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ വാടക പ്രൊക്ലെയിംഡ് പേഴ്സണോ പ്രൊക്ലെയിംഡ് പേഴ്സൻ്റെ ബിഹാഫിലുള്ള ഒരു പേഴ്സണോ കൊടുക്കാതിരിക്കാനായിട്ട് പ്രൊഹിബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ കോടതി വിചാരിക്കുന്ന അതുപോലെ. ഇനി ഈ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത സ്ഥലത്ത് ലൈഫ് സ്റ്റോക്ക് ഉണ്ട്. ലൈഫ് സ്റ്റോക്ക് പറഞ്ഞാൽ പശു, കാള, അതുപോലെ തന്നെ ഈ പാല്, മുട്ട, അങ്ങനത്തെ പെറിഷബിൾ നേച്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് പെട്ടെന്ന് അത് ലീക്കായി പോവുമെങ്കിൽ കോടതിക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് സെയിൽ കൊടുക്കാം. അങ്ങനെ പ്രൊസീഡ് ചെയ്തിരിക്കുന്ന സെയിൽ കോടതിയുടെ ഓർഡറിന് ബാധകമായിട്ട് മാറും. ഓക്കെ, ഇനി ഇതുവഴി അറ്റാച്ച് ചെയ്യുന്ന റിസീവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ CPC പ്രകാരം ഉള്ള റിസീവറിൻ്റെ എല്ലാ പവറും ഡ്യൂട്ടിയും ലയബിലിറ്റിയും ഇവിടുത്തെ നമ്മൾ വയ്ക്കുന്ന റിസീവറിനുണ്ട്. നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് റിസീവർ എന്ന് പറഞ്ഞില്ലേ മൂവബിൾ പ്രോപ്പർട്ടി, അതാണ് കാര്യം. ഓക്കെ,
ഇനി ഫോർഫീച്ചർ. നിങ്ങൾക്ക് ഫോർഫീച്ചർ എന്നൊരു ടോപ്പിക് ഉള്ളതാണ് ഞാൻ ഫോർഫീച്ചറും കൂടെ എടുത്തത്. ഫോർഫീച്ചർ വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്കറിയാമല്ലോ ചില എന്താ പറയുക മാസികകളൊക്കെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അശ്ലീലപരമായ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യാം, കണ്ടുകെട്ടാം, ഫോർഫീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് സെക്ഷൻ 95 പറയുന്നത്. ഓക്കെ, അത് ആര് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 95 ആണ് അത് ഡീൽ ചെയ്യുന്നത്. പവർ ടു ഡിക്ലെയർ സർട്ടൻ പബ്ലിക്കേഷൻ ഫോർഫീറ്റഡ് ആൻഡ് ടു ഇഷ്യൂ സെർച്ച് വാറൻറ്റ് ഫോർ ദി സെയിം. അതായത് ഏതെങ്കിലും ന്യൂസ് പേപ്പറോ ബുക്കോ ഡോക്യുമെൻറ്റോ ഓക്കെ എവിടെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എവിടെ പ്രിൻറ്റ് ചെയ്താലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഈ പബ്ലിക്കേഷൻ ഒന്നുകിൽ സെഡിഷൻ 124A സെഡിഷനോ അല്ലെങ്കിൽ 153A 153B 292 293 295A ഓഫ് IPC പ്രകാരം പ്രശ്നപരമായ കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് അല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് എല്ലാ കോപ്പി ഓഫ് ദി ഇഷ്യൂവിനെയും കണ്ടുകെട്ടാം, അതിനെ ഫോർഫീറ്റ് ചെയ്യാം. എല്ലാ കോപ്പി ഓഫ് ബുക്ക് അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യാം, കണ്ടുകെട്ടി ഗവൺമെൻറ്റിന് കൊടുക്കാം. അങ്ങനെ പോലീസ് ഓഫീസർ എന്ത് ചെയ്യും, അവിടെ കയറി സാധനം സീസ് ചെയ്യും. സീസ് എന്ന് സെൻസ് പിടിച്ചെടുക്കും. സീസ് ചെയ്തിട്ട് ഇന്ത്യയിൽ എവിടെ ഫൗണ്ട് ചെയ്താലും, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു അശ്ലീലകരമായ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിച്ചു, മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തെങ്കിൽ മഹാരാഷ്ട്രയിൽ മാത്രമല്ല, അത് ഓൾ ഓവർ ഇന്ത്യ അത് ബാധിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് സംഭവം ചെയ്യുന്ന അതും പുള്ളി കണ്ടുകെട്ടും. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് മജിസ്ട്രേറ്റ്, ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ്, എനി മജിസ്ട്രേറ്റാണ് എഴുതിയിരിക്കണത്. ഓക്കെ, എനി മജിസ്ട്രേറ്റ് പുള്ളി വാറണ്ട് വെച്ചിട്ട് പോലീസ് ഓഫീസർ, SIയിൽ കുറയാത്ത റാങ്കുള്ള ഒരു പോലീസ് ഓഫീസറിനെ നീ പോയി സീസ് ചെയ്തിട്ട് വാടാ എന്ന് മജിസ്ട്രേറ്റിന് പറയാം. അങ്ങനെ പോയി നിങ്ങൾക്ക് പോയി സീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറോ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് പ്രകാരമാണ്. ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ പെയിൻറ്റിങ് വരാം, ഡ്രോയിങ് വരാം, ഫോട്ടോ വരാം, അതർ വിസിബിൾ റെപ്രസെൻറ്റേഷൻ വരാം, ഈവൻ കാരിക്കേച്ചർ വരെ വരാം, അല്ലെങ്കിൽ അനിമേഷൻ, അനിമി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ അതിൽ വരാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് കോടതിയിൽ ക്വസ്റ്റ്യനിൽ എടുക്കത്തില്ല. സെക്ഷൻ 96 അല്ലാതെ വേറെ ഒരു കോടതി, സെക്ഷൻ 96 പ്രകാരം അപ്പീൽ പോകുന്നതല്ലാതെ വേറെ ഒരു കോടതിയും ഈ ഓർഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി ഈ പബ്ലിക്കേഷൻ ഇസ് നോട്ട് ഗുഡ് അല്ലെങ്കിൽ ഡിക്ലെയർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ, അൺസസ്റ്റൈനബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ മജിസ്ട്രേറ്റ് ഓർഡർ ഇടുന്നു, SI പോയി പിടിച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന് അപ്പീൽ പോവാം കേട്ടോ, ആപ്ലിക്കേഷൻ പോവാം, സെറ്റ് അസൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, നോട്ട് അപ്പീൽ, സെറ്റ് അസൈഡ്. അതായത് ഈ ഡിക്ലറേഷൻ ഓഫ് ഫോർഫീച്ചർ സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നേരെ ഹൈക്കോടതിയിൽ പോവാം. പക്ഷേ 2 മാസം പബ്ലിക്കേഷൻ കൊടുത്ത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ കഴിഞ്ഞ് ഒഫീഷ്യൽ ഗസറ്റ് വന്ന് 2 മാസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയിൽ 3 or more ജഡ്ജസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബെഞ്ച് ഓഫ് ഹൈക്കോർട്ട് വെച്ച് 3 ജഡ്ജസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 3-ൽ കുറയാത്ത ജഡ്ജസ് ഉള്ള ബെഞ്ച് നോക്കാൻ പാടില്ല. 3 ജഡ്ജ് ബെഞ്ച് വേണം. സ്പെഷ്യൽ ബെഞ്ച് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് ഓൺ ദ ഹിയറിംഗ് ഓഫ് എനി സച്ച് ആപ്ലിക്കേഷൻ റെഫറൻസ് ടു ന്യൂസ് പേപ്പർ എനി കോപ്പി സച്ച് ന്യൂസ് പേപ്പർ മേ ബി ഗിവൺ ആൻഡ് എവിഡൻസ് ഇൻ എയ്ഡ് ഇൻ പ്രൂഫ് ഓഫ് ദ നേച്ചർ. അതായത് ആ ന്യൂസ് പേപ്പർ കൊടുക്കുക എവിഡൻസിന് വേണ്ടിയിട്ട്. ആ ഡിക്ലറേഷൻ ഫോർ ഫീച്ചർ വന്നതിൻ്റെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ കോടതിയിൽ ഹാജരാക്കാം. ആൻഡ് ഹൈക്കോർട്ട് ഷാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദ ഇഷ്യൂ ന്യൂസ് പേപ്പർ ഓർ ബുക്ക് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് എനിത്തിങ് വിച്ച് ആപ്ലിക്കേഷൻ ബി മെയ്ഡ് കണ്ടെയ്ൻഡ് സച്ച് മാറ്റേഴ്സ് റെഫേർഡ് സബ്സെക്ഷൻ 1 of 95 സെറ്റ് അസൈഡ് ചെയ്യുക. ഹൈക്കോടതിക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് അത് സെറ്റ് അസൈഡ് ചെയ്യാം. അതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ജഡ്ജസ് വെച്ചിട്ട് വേണം അത് കൺസിഡർ ചെയ്യാൻ. ഇനിയുള്ളത് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ കുറച്ച് കട്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ്, പിന്നെ റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ, പോലീസ് ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് പോലീസസ് പവർ ടു റിക്വയർ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പോലീസ് ഓഫീസറിനാണ് കളക്ഷൻ ഓഫ് എവിഡൻസ്, അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫുൾ പവർ. അപ്പോൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആൾക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ സെക്ഷനാണ് 160. ഓക്കെ, അങ്ങനെ വരുത്തുന്ന സമയത്ത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വൃത്തിക്ക് പറയണം. മനസ്സിലായില്ലേ? വൃത്തിക്ക് പറയുന്നത് സെൻസ് കള്ളം പറയാൻ പാടില്ല എന്നല്ല, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം. വേണമെങ്കിൽ എഴുതിയെടുക്കാം, എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഓക്കെ, അത്രേ ഉള്ളൂ. എനി പോലീസ് ഓഫീസർ ആർ മേക്കിംഗ് എൻ ഇൻവെസ്റ്റിഗേഷൻ ദിസ് ചാപ്റ്റർ മേ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് റിക്വയർ ദി അറ്റൻഡൻസ് ബിഫോർ ഹിംസെൽഫ്. ഒന്നുകിൽ അയാൾ വരിക, അല്ലെങ്കിൽ ഓഫ് എനി പേഴ്സൺ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് ഓൺ അല്ലെങ്കിൽ അഡ്ജോയിനിങ് സ്റ്റേഷൻ ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ഓർ അതർവൈസ് അപ്പിയേഴ്സ് ടു ബി അക്വൈൻറ്റഡ് വിത്ത് ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഫാക്ട്സും സർക്കംസ്റ്റൻസസും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അയാളെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് ഇതിൽ പറയുന്നത് 15 വയസ്സിൽ താഴെയുള്ള ആൺ, അതുപോലെ 65 വയസ്സിൽ മുകളിലുള്ള ആണുങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സണെ ഒന്നും അവരെ വീട്ടിൽ പോയി കാണാതെ, വീട്ടിൽ പോയി മാത്രമേ കാണാവൂ, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കരുത്. ആരൊക്കെയാണ്? 15 വയസ്സിൽ താഴെയുള്ളതും അതുപോലെ 65 വയസ്സിൽ മുകളിലുള്ള ആണുങ്ങളും, അതുപോലെ ഒരു സ്ത്രീ, അതുപോലെ ഒരു മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ, ഇവരെ ആരെയും തന്നെ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി ബുദ്ധിമുട്ടിക്കരുത്. അവരെ പ്ലേസിൽ പോയി എഴുതിയെടുക്കണം. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് റൂളുണ്ട്, അതനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനി എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ പോലീസ്, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇവരെ ആളെ വിളിച്ചു വരുത്തി, വിറ്റ്നസിനെ വിളിച്ചു വരുത്തി ഇനി അയാളെ എങ്ങനെ എക്സാമിനേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഓഫീസർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു റാങ്ക് പറയും, അതിൽ കുറയാത്തൊരു റാങ്ക്, ഓക്കെ, ആ റാങ്കുള്ള ഒരാളെ ഓറലി എക്സാമിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഉള്ള ആൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ട്രൂലി എല്ലാ ക്വസ്റ്റ്യൻസും പറയാം. പക്ഷേ അയാളെ തന്നെ ക്രിമിനലൈസ് ചെയ്യുന്ന കാര്യം അയാൾ പറയേണ്ട ആവശ്യമില്ല, അത് നിർബന്ധിക്കുന്നില്ല. അതായത് അയാളെ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ ചാർജിലേക്ക് എക്സ്പോസ് ചെയ്യാണ്, പെനാൽറ്റിയിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫൊർഫീച്ചറിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരാളെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ അയാളെ കൊന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല, അങ്ങനെ പറയണം നിർബന്ധമില്ല. അതായത് അയാളെ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിലേക്ക് എത്തിക്കുന്ന കാര്യം അയാൾ സ്വന്തമായിട്ട് തുറന്ന് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ പോലീസ് ഓഫീസർ ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വേണമെങ്കിൽ റൈറ്റിങ്ങിലേക്ക് എഴുതിയെടുക്കാം. അതേപോലെ അതിൻ്റെ സെപ്പറേറ്റ് ട്രൂ റെക്കോർഡും എഴുതിയെടുക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഓഡിയോ, വീഡിയോ, ഇലക്ട്രിക് മീൻസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ എടുക്കുകയും ചെയ്യാം. ആർക്ക്? പോലീസ് ഓഫീസർക്ക്. ഓക്കെ, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് വരുന്ന കുറ്റങ്ങളാണ് 354, 354A, 354B, 354C, D, 376 ഇതെല്ലാം. അപ്പോൾ ആ സെക്ഷൻസിനെല്ലാം സ്ത്രീകൾ തന്നെ എഴുതിയെടുക്കണം എന്ന് വുമൺ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ ഓഫീസർ തന്നെ അത് എഴുതിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 164 വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. അതായത് നിങ്ങൾ പോലീസ് ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെടുക്കുന്നതും ഒരു മജിസ്ട്രേറ്റ് ഒരു ഓത്തിന്മേൽ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെടുക്കുന്നത് രണ്ട് ത്രാസിൽ നിൽക്കും. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് നിങ്ങൾ ഒരാളുടെ മൊഴി എടുത്തു, അയാളെ മൊഴി വൃത്തിക്ക് പറഞ്ഞു എന്ന് മനസ്സിലായി, ഇനി അത് അയാളെ കൊണ്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴിയെടുപ്പിക്കുകയാണെങ്കിൽ, മജിസ്ട്രേറ്റിനെ മുമ്പിൽ കൊണ്ടുവച്ച് മൊഴിയെടുപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി അതോറിറ്റേറ്റീവ് സ്ഥാനം കിട്ടും. ഓക്കെ, അപ്പം റെക്കോർഡിംഗ് ഓഫ് കൺഫെഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കൺഫെഷൻ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. മജിസ്ട്രേറ്റിന് എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ കൺഫെഷൻ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പം മജിസ്ട്രേറ്റിന് രണ്ട് പവറും റെക്കോർഡ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, എനി മജിസ്ട്രേറ്റ്, അതായത് ഈ ക്രൈം നടന്നതിന് ട്രയൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാൻ മാത്രം പവറുള്ള മജിസ്ട്രേറ്റ് തന്നെ വേണമെന്നില്ല. ഏത് മജിസ്ട്രേറ്റിനും തന്നെ അയാൾക്ക് ആ കേസിൽ ജൂറിസ്ഡിക്ഷനോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ഒരാളെ കൺഫെഷനോ സ്റ്റേറ്റ്മെൻറ്റോ അയാൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാവുന്നതാണ്.